കാറാണ് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് എച്ചാണ്. അപ്പോൾ എച്ചിലേക്ക് നമ്മൾ പ്രവേശിച്ച് റിവേഴ്സ് വന്ന് നമ്മൾ സിയുടെ ഭാഗത്തേക്ക് പോകണം. സിയുടെ ഭാഗത്തേക്ക് റിവേഴ്സ് വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വരണം. ഫ്രണ്ടിൽ വന്നിട്ട് ഡിയിൽ വന്ന ശേഷം വീണ്ടും നമ്മൾ എയുടെ അടക്കല്ല പോകേണ്ടത്, എന്നിട്ട് നേരെ തന്നെ സിയിലേക്ക് പോകണം. ഇനിയാണ് പണിയെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ സിയുടെ അവിടെ നിന്ന് റിട്ടേൺ ബാക്കോട്ട് പോയിട്ട് ആ എയുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണം. ഈ ഒക്കെ വരച്ച സ്ഥലത്തേക്ക് അവിടുന്ന് ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് വന്ന ശേഷം ഫസ്റ്റ് ഗിയർ തന്നെ ഒരു വളവ് പോലത്തെ ഒരു സ്ഥലമായിട്ട് അവിടെ ഇങ്ങനെ വളച്ച് ഫ്രണ്ട് ഭാഗം വളച്ച് ഇങ്ങനെ വന്ന് നേരെ നമ്മൾ ഫ്രണ്ട് എടുക്കുന്നു, അവിടെ നിന്ന് വളയ്ക്കുന്നു, നേരെ നമ്മൾ അറ്റത്തേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഇനി പണി വരുന്നത്. അവിടെ നിന്ന് റിവേഴ്സ് ഇട്ട് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്ക് ചെയ്ത് നല്ല രീതിയിൽ വളച്ചിടേണ്ടതായിട്ട് വരും. ഈ ട്രാക്കിൽ കയറാത്ത ആൾക്കാർ ഫെയിൽ ആവാൻ സാധ്യത കൂടുതൽ. അവിടെ നേരെ നമ്മൾ ഫ്രണ്ട് എടുക്കുന്നു, നേരെ നമ്മൾ എന്ന ഭാഗത്തിൻ്റെ അവിടേക്ക് നേരെ പോകുന്നു. ഇനി നല്ല പണിയെടുക്കുന്നിട്ട് അവിടെ കയറ്റമാണ്. കയറ്റത്തിൽ നിന്ന് നമ്മൾ നിർത്തി എടുക്കണം. അപ്പോൾ ഓഫായി ബാക്ക് ഇറങ്ങാൻ ഒരു ചാൻസ് പോലും നമ്മൾ വരുത്തരുത്. ലൈസൻസ് കട്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നോക്കിയും കണ്ട് ലൈസൻസ് എടുക്കാനുള്ള ശ്രമം നോക്കാം. ഇനി നല്ല പഠിച്ചിട്ടേ ഇനി ലൈസൻസ് എടുത്താൽ മതി. ഇപ്പോൾ റിവേഴ്സ് എടുത്തതേ പുറത്തേക്ക് പോയി